അല്പസമയം മുമ്പ് കേവലം 1.5 മണിക്കൂർ മുൻപാണ് ഞാൻ ഇവിടുന്ന് ഈ ഒരു അപകടം നടക്കുന്നതിൻ്റെ 1.5 മണിക്കൂർ മുൻപാണ് അവർക്കിടയിൽ നിന്നും ഞങ്ങൾ മടങ്ങുന്നത്. സാനു തന്നെ ഈ അപകടം ഉണ്ടാകുന്നതിന് തൊട്ട് മുൻപ് ആ സ്ഥലത്ത് നിന്നും ഈ റിപ്പോർട്ട് ചെയ്യുന്ന സാനുവും ഞങ്ങളുടെ ക്യാമറമാനും പകർത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അതായത് ഈ അപകടം ഉണ്ടാകുന്നതിന് തൊട്ട് മുൻപ് ഞങ്ങളുടെ സംഘവും അവിടെ എത്തി ഈ മറ്റന്നാൾ നടക്കാൻ പോകുന്ന സാമ്പിൾ വെടിക്കെട്ടും അതിനുശേഷം നടക്കാൻ പോകുന്ന തൃശ്ശൂർ പൂരത്തിൻ്റെതായ വെടിക്കെട്ടിനുമുള്ള ഒരുക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അവിടെ തകൃതിയായി വലിയ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. വലിയ ഗുണ്ടും അതോടൊപ്പം തന്നെ ഈ മാലപ്പടക്കം പോലെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. ആ സ്ഥലത്താണ് 3:30 ആകുമ്പോൾ എല്ലാ പ്രതീക്ഷകളും അസ്തമിപ്പിച്ചുകൊണ്ട് വലിയ സ്ഫോടനം ഉണ്ടാകുന്നത്. ഗൗതം, എനിക്കിവിടെ നിൽക്കുമ്പോൾ അതീവ ദുഃഖകരം അല്ലെങ്കിൽ അതീവ ഹൃദയവേദനയോടുകൂടിയാണ് ഞാനിവിടെ നിന്ന് ഈ ഒരു മണ്ണിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് വേണം പറയാൻ. കാരണം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിഷമത്തെ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം അല്പസമയം മുമ്പ് കേവലം 1.5 മണിക്കൂർ മുൻപാണ് ഞാൻ ഇവിടുന്ന് ഈ ഒരു അപകടം നടക്കുന്നതിൻ്റെ 1.5 മണിക്കൂർ മുൻപാണ് അവർക്കിടയിൽ നിന്നും ഞങ്ങൾ മടങ്ങുന്നത്. ആ സമയത്ത് പോലും അവിടെ ഉണ്ടായിരുന്ന ഒരു 55 വയസ്സ് പ്രായം കാണുമായിരിക്കും. അമ്മ പറയുന്നുണ്ട്, ഇന്നല്ലേ ഇവരെയൊക്കെ കാണാൻ സാധിക്കുള്ളൂ. ആ പ്രായമായ അമ്മ പറഞ്ഞതാണ്, ഇന്നല്ലേ ഇവരെ കാണാൻ സാധിക്കൂ, ഇനി നമുക്ക് കാണാൻ സാധിക്കില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഇവരോടും അല്പനേരം നിന്നിട്ട് വരാം, ഇന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് അമ്മ പറഞ്ഞത്. അതേപോലെ തന്നെ എല്ലാവരും അതിന് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണാം, അതിന്റെ ക്യാൻവാസ് ഒക്കെ തയ്യാറാക്കുന്നു. ഒപ്പം തന്നെ അതിന്റെ അവസാനവട്ട നിർമ്മാണം നടത്തുന്ന സമയത്ത് പോലും അവർ പറയുന്നു ഇതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരിച്ചു വെച്ചിരിക്കുന്ന വസ്തുക്കളാണ് നമ്മളോട് വിവരിക്കുന്ന ജീവനക്കാരെയാണ് നമ്മൾ അവിടെ കണ്ടത്.